നല്ല വെള്ളമോതയാണ്. അപ്പോൾ വെള്ളമോത ആദ്യം കഴുകിയെടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് നന്നായിട്ട് ഇച്ചിരി ഒരു 2 മിനിറ്റ് വെച്ചിരുന്ന പിന്നീട് അത് നന്നായിട്ട് കഴുകിയിട്ട് കറി വെക്കാം. വെള്ളമോത കറി വെക്കാനാണ്. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നനന്ന് കഴിയുമ്പോൾ ഉലുവ ഇടുക. ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. വെളുത്തുള്ളിയൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തക്കാളിപ്പഴം കൂടി ഇട്ടൊന്ന് ഫ്രൈ ആയി നല്ല വഴറ്റിയെടുക്കണം. ഒന്ന് തക്കാളിക്കകത്തൊന്ന് ഇത് പോകണം. വെളിച്ചെണ്ണ ഇറങ്ങുന്ന സമയത്താണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിടുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പം നന്നായിട്ട് തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി മീനിട്ട് കൊടുക്കാം. മീനെല്ലാം വെന്ത് കഴിയുമ്പം വേണം ഉലുവാപ്പൊടിയും ഇട്ട് അതിൻ്റെ മുകളിൽ കറിവേപ്പില ഇട്ടിട്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചങ്ങ് വെച്ചേക്കണം. മീൻ പൊരിക്കുന്നതിന് ആദ്യം അത് കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് മോത ഫ്രൈ ചെയ്യുമ്പോൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ ഇതുപോലെ അടച്ച് വെച്ചെന്ന് ഫ്രൈ ആക്കണം. പെട്ടെന്ന് അത് ഫ്രൈ ആവുകയും ചെയ്യും, പെട്ടെന്ന് വേവി. ഉച്ചയ്ക്ക് ചോറ്, ചീരയില തോരൻ, മീൻ കറി, മീൻ ഫ്രൈ, മുളകച്ചാറ്, ചമ്മന്തി, സാമ്പാർ, നല്ല കപ്പക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ട്,